ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ദേവയാനി മോൾക്ക് കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു. മോളോട് ഇഷ്ടത്തോടെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ജലജ കാണുന്നുണ്ട്. അപ്പം ജലജയ്ക്ക് ഇറങ്ങി ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും കൂടുതലൊന്നും പറയാതെ അവിടുന്ന് പയ്യെ അങ്ങ് നടന്നു പോവാട്ടോ. ഇത് കണ്ടു കഴിഞ്ഞ് ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ദേവയാനി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എൻ്റെ മകനല്ല തെറ്റ് ചെയ്തത് എന്ന് അറിഞ്ഞതിൻ്റെ സന്തോഷം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്താശ്വാസമാണെന്നറിയാമോ, ഇത്രയും ദിവസം മനസ്സിലേതാണ്ട് കല്ല് കയറ്റിവെച്ച പോലെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശ തെറ്റ് ചെയ്യില്ല എന്ന് അവൻ്റെ മുത്തശ്ശിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുപോലെ നയനിക്കും. എന്നിട്ടും ആ സമയത്ത് നീ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട്, അതിന് കാരണമുണ്ട്. ചന്തുമോൾ അവൻ്റെ മോളാണ് എന്ന് ആദർശ് സമ്മതിച്ചു. അതുപോലെ തന്നെ നയന മോളും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് സംശയം തോന്നിയത് അതാണെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജലജയാണെങ്കിൽ നവ്യയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നവ്യ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഇങ്ങനെ കയ്യിൽ നെയിൽ പോളിഷൊക്കെ ഇട്ട് ഇങ്ങനെ സൗന്ദര്യമൊക്കെ നോക്കിയിരിക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഏതായാലും കയ്യിലെ നെയിൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ജലജ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ വരെ ഏട്ടത്തേക്ക് ആ പെൺകൊച്ചിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഇന്നതേ കൈ നിറയെ കളിപ്പാട്ടങ്ങളും ഉടുപ്പും എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക. നേരെ ആര് അമ്മായി ഒന്നും ചോദിക്കുന്നുണ്ട് നവ്യ. അന്നേരം പറയും, അതെ, ഞാൻ നുണ പറയൊന്നും അല്ല. ഞാനിവിടെ എല്ലാവരും ഇങ്ങനെ കൂട്ടി തല്ലിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണെന്നാണ് എല്ലാവരുടെയും വിചാരം. അങ്ങനത്തെ സ്വഭാവം എനിക്കുണ്ട് താനും. പക്ഷേ ഈ പറയുന്നതൊന്നും അങ്ങനെയല്ല. നിൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും ഇവിടെ ലാളിക്കാറുണ്ടോ? നിൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാനോ ലാളിക്കാനോ ആയിട്ട് ഈ പറയുന്ന അമ്മായി നിൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, ഒരു മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്, അവർ നിൻ്റെ റൂമിലേക്ക് വരാറുണ്ടോ? ആ കുഞ്ഞിൻ്റെ അടുത്ത് കളിപ്പിക്കാറുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും ചന്തുമോളെ മതി. അവൾക്കാണിവിടെ മുൻഗണന. എൻ്റെ അനന്തപത്മനാഭന് ആരുമില്ല, ആരും അവനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യക്ക് ഇങ്ങനെ ദേഷ്യം വരും കേട്ടോ. അന്നേരത്തേക്കും അതിൻ്റെ കൂടെ ജലജ ഇങ്ങനെ പറയാണ്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് ആ ചന്തുമോൾക്കാണ്. ആരും ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുകയില്ല നവ്യെ. ഇങ്ങനെ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ നിൻ്റെ മോന് തന്നെയാണ് പ്രശ്നം. നിൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ നിന്നോട് നിനക്ക് പറഞ്ഞു തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേഷ്യം വന്നുകൊണ്ട് ഇങ്ങനെ നവ്യ ചാടിത്തുള്ളി ഇങ്ങനെ ദേവേനയുടെ അടുത്തോട്ട് പോവാ കേട്ടോ. അന്നേരം ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവൾ പണ്ടത്തെ പോലെ ഒന്ന് ഒരുമ്പിട്ട് ഇറങ്ങുമായിരുന്നെങ്കിൽ കുടുംബത്തിൽ നല്ലൊരു രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാം. അതുകൊണ്ട് എനിക്കും എൻ്റെ മകനെ നഷ്ടമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഏതായാലും നവ്യ അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ദേവേനയുടെ മുത്തശ്ശിയുടെ നടുക്കിരുന്ന് ചന്തുമോൾ ഇങ്ങനെ കളിക്കുന്നതാ. നേരെ ദേവേന പറയുന്നുണ്ട്, മോൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, മോൾക്ക് ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങൾ ഇനിയും ഞാൻ മേടിച്ചു തരാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ, മോൾക്ക് കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കാൻ ഇവിടെ ഓരോരുത്തരും മത്സരമാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് വരുന്ന നവ്യ ചോദിക്കുകയാണ്, ഓ, കളിപ്പാട്ടങ്ങളൊക്കെ ഈ കൊച്ചിന് മാത്രം മേടിച്ചു കൊടുത്താൽ മതിയായിരിക്കും അല്ലേ? എനിക്കും ഒരു മോനുണ്ട്, ഇവിടെ അതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി, അതിന് നിൻ്റെ കുഞ്ഞ് പൊടിക്കുഞ്ഞല്ലേ, അത് തൊട്ടി കിടക്കുന്നല്ലേ ഉള്ളൂ, അതിന് കളിപ്പാട്ടങ്ങളൊന്നും ആവശ്യമില്ലല്ലോ, വല്ല കിലുക്കോ ഒക്കെ എടുത്തൊന്ന് കിലുക്കി കാണിക്കാമെന്നല്ലാതെ അത് മോൻ തന്നെ എടുത്ത് വെച്ച് കളിക്കാറൊന്നും ആയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, അവനങ്ങനെ കളിപ്പാട്ടങ്ങൾ എടുത്തു വെച്ച് കളിക്കാറൊന്നും ആയിട്ടില്ല, പക്ഷേ ആ കുഞ്ഞിനെ ആരെങ്കിലും പരിഗണിക്കാറുണ്ടോ, അവനെ ആരെങ്കിലും എടുക്കാറുണ്ടോ, ലാളിക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ദേവയാനയുടെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇന്നലെ വരെ അമ്മായിക്ക് പെൺകൊച്ചിനെ കണ്ണെടുത്ത് കണ്ടുകൂടായിരുന്നു, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മകൻ ആദർശും നയനമോളും സ്നേഹിക്കുന്ന ഈ കുട്ടിയെ ഇനിയും എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല, എനിക്ക് ഈ മോളെ സ്നേഹിക്കാനേ തോന്നുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുകയാണ്, എനിക്കിതാണ് മനസ്സിലാകാത്തത്, ആ കൊച്ചിന് എന്തിനാ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ഒരു പാരമ്പര്യമാണ് ഈ തറവാടിനുള്ളത്, അത് നിൻ്റെ അമ്മായിയമ്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതിന് എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇവിടെ ഒരു അച്ഛനും അമ്മയും ഇല്ലായിരുന്നു, പക്ഷേ ഈ കൊച്ചിൻ്റെ കാര്യം അങ്ങനെയാണോ? ആദർശേട്ടൻ ശരിക്കും നയനയും ചതിക്കുകയില്ലായിരുന്നോ? നയന വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഈ ചതിക്കുന്ന കാര്യമൊന്നും കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, നമ്മൾ വിചാരിക്കുന്നതൊന്നും ആയിരിക്കില്ല സത്യം എന്ന് പറയുമ്പോൾ, എങ്കിൽ ആ സത്യം എന്താണെന്ന് എന്നോടുകൂടെ പറ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഏതായാലും ഇതൊന്നും ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകും. നവ്യയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. അന്നേരം മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, സത്യം അറിയാത്തിടത്തോളം കാലം അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് പ്രതികരിക്കാൻ സാധിക്കില്ലല്ലോ, ദേവയാനി ഒന്നും മിണ്ടണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് പറയും. എന്നിട്ട് മോളോടായിട്ട് പറയുന്നുണ്ട്, ഏതായാലും ഈ മോള് ഇനി സ്നേഹിക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്,
ഒരു കൊച്ചുമോനോ കൊച്ചുമോളോ ഇല്ലാത്ത ഞാൻ സ്വന്തം കൊച്ചുമോളെ പോലെ തന്നെ കണ്ട് മോളെ സ്നേഹിക്കുക എന്ന് പറയുക. നേരെ മുത്തശ്ശിക്ക് ഒരു ആശ്വാസം. പിന്നെ ദേവയാനി നേരെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. ഭയങ്കര സന്തോഷത്തിലാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ നേരാണ്, ആ കൊച്ചിനെ മാറ്റി നിർത്താൻ എനിക്കിപ്പോൾ ഇനി സാധിക്കില്ല. എൻ്റെ കൊച്ചുമോളായി തന്നെ കണ്ട് സ്നേഹിക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. നേരെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം, എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറയും. നേരെ സ്വന്തം മരുമോൾ തന്നെയാണോ എല്ലാം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ കിരണിനെ വിളിച്ചായിരുന്നു. ആദ്യം പറയാൻ അവനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല എന്നുള്ള സത്യവും പിന്നെ DNA ടെസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. എനിക്കിപ്പോൾ മനസ്സമാധാനമായി. എൻ്റെ മകനല്ല ഈ തെറ്റ് ചെയ്തത് എന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശ് തെറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് നയനയ്ക്കും ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഇങ്ങനെ വിശ്വസിക്കാതിരുന്നത് നീയാണ്. അതെനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തി ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അതിന് കാരണം ആദർശാണ്. ആദർശിൻ്റെ മകളാണ് ചന്തു എന്ന് അവൻ പറഞ്ഞു. അതിന് നയനമോൾ സപ്പോർട്ടും ചെയ്തു. അന്നേരം ഞാൻ അറിയാതെ അതെല്ലാം അങ്ങ് വിശ്വസിച്ച് പോയതാണ് എന്ന് പറയും. പിന്നെ ഏതായാലും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ സന്തോഷം കുറച്ചുനേരം ഇങ്ങനെ മുത്തച്ഛനോട് സംസാരിച്ചിട്ട് അവിടുന്ന് നേരെ ജയൻ്റെ അടുത്തോട്ടാണ് ദേവയാനി വരുന്നത്. എന്നിട്ട് ചോദിക്കും, ചേട്ടൻ പോകാൻ വേണ്ടി റെഡിയാകുവാണോ എന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുവാണേ. നേരെ ജയന് ചോദിക്കും, ഞാൻ പോകാൻ റെഡിയാവുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ, തൻ്റെ മുഖത്തെന്താ ഇത്ര സന്തോഷം എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുവാണ്, എനിക്ക് ഇത്രയും ദിവസം ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ മകൻ തെറ്റ് ചെയ്തല്ല എന്നോർത്ത്. ഏതായാലും അങ്ങനെ ഒരു തെറ്റ് അവൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിൻ്റെ സന്തോഷമാണ് എന്നിങ്ങനെ പറയും. അന്നേരം ജയനും പറയുന്നുണ്ട്, അതിന് ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കുറഞ്ഞ പക്ഷം അച്ഛനും അമ്മയും അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ അതിൽ വേറെ എന്തോ ഒരു സത്യമുണ്ട് എന്ന് നിനക്ക് ചിന്തിക്കാൻ മേലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ ചിന്തിക്കായിരുന്നു. പക്ഷേ ആദർശ് അത് സമ്മതിക്കുകയും അതിനെ നയാമോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ആകെ അങ്ങ് കൺഫ്യൂഷനായി. അതാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, എന്ത് സത്യമോ താൻ അറിഞ്ഞത്, എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. നേരെ ദേവേനി പറയുന്നുണ്ട്, ഞാൻ കിരണിനെ പോയി കണ്ടു. കിരണാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, കേട്ടോ, ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവനെ ഒന്ന് വിളിച്ചതാണ്. അന്നേരം അവനൊന്നും അറിയാൻ മേലെ എന്നാണ് എന്നോട് പറഞ്ഞത് എന്നിങ്ങനെ ജയൻ പറയുന്നുണ്ട്. അന്നേരം ദേവേനി പറയും, അങ്ങനെയൊക്കെ തന്നെയാണ് എന്നോടും ആദ്യം പറഞ്ഞത്. പക്ഷേ വേറെ നിവർത്തിയില്ല, ഞാൻ സത്യം അറിയാതെ പോകില്ല എന്ന് അറിഞ്ഞപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് ഇങ്ങനെ തുറന്നു പറഞ്ഞതാണ്. ഇവിടെ തെറ്റ് ചെയ്തത് അഭിയാണ് എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് ജയനെ. എന്നിട്ട് അവൻ ഈ അഭ്യാസം ഇവിടെ കിടന്ന് കാണിച്ചത്, ഈ അഭിനയെല്ലാം കാഴ്ചവെച്ചത് ആദർശനെ കുറ്റപ്പെടുത്താൻ അവനായിരുന്നില്ലേ നാക്ക് കൂടുതൽ എന്നൊക്കെ ഇങ്ങനെ ജയൻ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ദേവേനി പറയും, എന്ത് ചെയ്യാം, ഇതൊന്നും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നവ്യയും കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, ഏതായാലും നമ്മുടെ മോൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊന്നും അജയൻ അറിഞ്ഞിട്ടില്ല, അവനെയും കൂടെ ഒന്ന് അറിയിക്കണം എനിക്കെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജയൻ അവിടുന്ന് പോരുന്നു. എന്നിട്ട് കമ്പനി വന്നതിന് ശേഷം അജയനെ കാണുവാണ് കേട്ടോ. എന്നിട്ട് അജയനോട് പറയുന്നുണ്ട്, എടാ, ആദർശ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ അറിഞ്ഞപ്പോഴും നമ്മളത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതിന് കാരണം അച്ഛൻ അത് വിശ്വസിക്കുന്നില്ലായിരുന്നു. അതിൽ വേറെ എന്തോ സത്യമുണ്ട് എന്ന് നമുക്ക് തോന്നിയതല്ലേ. എന്നാൽ അങ്ങനെ ഒരു സത്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ സത്യം, എന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം ഇങ്ങനെ അഭിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, അവനാണ് കൊള്ളാമല്ലോ, എന്നിട്ടാണ് അവന് പുതിയൊരു ബ്രാഞ്ച് സ്വന്തമായിട്ട് കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞത്. ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ ഇത്രയും ക്രൂരനാണോ? ഇവനെ ഈ കമ്പനി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ശരിക്കും അവൻ്റെ കൈയും കാലും തല്ലി ഒടിക്കണം. എന്നിട്ടിപ്പോൾ ഉള്ള ജോലിയോട് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അജയൻ പറയുന്നുണ്ട്. നേരെ ജയൻ പറയും, ഇപ്പം അതിനൊന്നും പറ്റിയൊരു സമയമല്ല, ഏതായാലും നമുക്ക് ആദർശിനെ ഒന്ന് പോയി കാണാം എന്നിങ്ങനെ പറയും. ഈ സമയം ആദർശ് നയനയോട് പറയുന്നുണ്ട്, കേട്ടോ, വലിയൊരു ഭാരമാണ് മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചത്. അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സമാധാനമായി എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ അവർ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ജയനും അതുപോലെ തന്നെ അജയനും ഒക്കെ ഇങ്ങനെ വരുന്നത്. അന്നേരം അവർ പറയുന്നുണ്ട്, അഭി ഇത് ഇത്രയും വലിയ തെറ്റ് ചെയ്യുമെന്ന് അവർ വിചാരിച്ചില്ല. എന്നിട്ട് എന്തൊക്കെ അഭിമാനമായി ഇപ്പോൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ വിശ്വസിക്കാൻ കൊള്ളുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. ഏതായാലും ഇവരും കൂടെ സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ എന്ന് അത് ആദർശന് വലിയൊരു സന്തോഷമാണ്. അന്നേരം പറയുന്നുണ്ട്, ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും സത്യങ്ങളെല്ലാം അറിഞ്ഞു, അതിൻ്റെ ഒരു ആശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ പറയുമ്പം അജയൻ പറയുന്നുണ്ട്, എന്നാൽ അവന് വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോടാ, അവൻ എന്തൊക്കെ ഇത്രത്തോളം ക്രൂരനാണ് എന്നിങ്ങനെ
ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവനൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രഷർ കൊടുത്തിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അവൻ ശരിക്കും അവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നതിന് പകരം ഇപ്പോഴുള്ള ജോലിയിൽ നിന്നോട് പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതൊന്നും സാധിക്കില്ല ഇളയച്ച ഇപ്പം. കാരണം നവ്യേച്ചേനെ അവനിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് അഭിനയമാണെങ്കിൽ പോലും അത് ചേച്ചി വിശ്വസിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ കുടുംബം തകർന്നു പോകും. അതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട്, അത് നേരാ, തുറന്നു പറയാൻ പറ്റുകയല്ല, പക്ഷേ അവനെ സൂക്ഷിക്കണം, അവൻ അവസരം കിട്ടിയിട്ടുണ്ട്, എല്ലാവരെയും ചതിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇതെല്ലാം അവൻ്റെ അഭ്യാസമാണ്. അവൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു. ആ തെറ്റ് പുറത്താകാതിരിക്കാൻ വേണ്ടിയാണ് നവ്യനെയും കുഞ്ഞിനെയും ഇങ്ങനെ സ്നേഹിക്കുന്നതായിട്ട് അവൻ അഭിനയിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥതയൊന്നും കാണില്ല എന്നൊക്കെ ഇങ്ങനെ ജയനും പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും ഇത്തിരി കട്ടക്കലിപ്പിൽ നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ നമുക്ക് എന്തൊക്കെ നടക്കുമെന്ന് കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.